കാർഷിക വാർത്തകൾ. രാജ്യാന്തര റബ്ബർ വില ഉയർന്നിട്ടും ഇന്ത്യൻ കർഷകർക്ക് ഗുണമില്ല. കേരളത്തിൽ ജാതിക്കയ്ക്കും ഏലത്തിനും ഉത്തരേന്ത്യൻ ആവശ്യക്കാർ. ആഭ്യന്തര വില പരമാവധി ഇടിച്ച് റബ്ബർ ഉത്പാദകരെ പ്രതിസന്ധിയിലാക്കാൻ ഇന്ത്യൻ വ്യവസായികളുടെ നീക്കം തുടരുകയാണ്. എന്നാൽ രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിലെ പ്രതിഫലനമാണ് ഇന്ത്യയിലും ദൃശ്യമായതെന്ന് വ്യവസായികൾ. കേരളത്തിൽ റബ്ബർ ടാപ്പിംഗ് സീസൺ ആയതിനാൽ കൂടുതൽ ചരക്ക് എത്തുമെന്ന നിലപാടിലാണ് വാങ്ങലുകാർ. മികച്ച ഇനം ഷീറ്റ് വില ഒറ്റയടിക്ക് കിൻഡലിന് 700 രൂപ ഇടിഞ്ഞ് 21,700 പതിച്ചു. ഇത് കർഷകരെയും സ്റ്റോക്കിസ്റ്റുകളെയും ഒരുപോലെ ഞെട്ടിച്ചു. ഇന്നത്തെ നിരക്ക് 21,400 രൂപ. പ്രാദേശിക മാർക്കറ്റിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടി. നവരാത്രി വേളയായതിനാൽ പതിവിലും വിൽപ്പന ഉയരുമെന്ന നിഗമനത്തിലാണ് വിപണി. അതേസമയം രണ്ടാഴ്ചക്കിടയിൽ എണ്ണവിലയിൽ സംഭവിച്ച വർധന തിരിച്ചടിയാവുമെന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം വിൽപ്പനക്കാർ. കൊച്ചി വിപണിയിൽ വെളിച്ചെണ്ണ 19,000 രൂപയിലും കൊപ്ര 13,000 രൂപയിലുമാണ്. ഉത്തരേന്ത്യൻ വ്യവസായികൾ ജാതിക്കയിലും ജാതിപത്രിയിലും താൽപര്യം കാണിച്ചു. മധ്യവർത്തികളും വിപണിയിലേക്കുള്ള ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നുണ്ട്. മികച്ച ഇനം ജാതിപരിപ്പ് കിലോ 575 രൂപ വരെ കയറി. മധ്യകേരളത്തിൽ നിരക്ക് 500-525 രൂപയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി സീസൺ വൈകിയതിനാൽ വടക്കേ ഇന്ത്യൻ വ്യാപാരികൾക്ക് ആവശ്യാനുസരണം ഏലം ചരക്ക് സംഭരിക്കാനായിട്ടില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2,300 രൂപയിലും മികച്ച ഇനങ്ങൾ 3,035 രൂപയിലും വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് ഉൽപ്പന്നത്തിന്റെ ചില്ലറ വിലയിലൂടെ 1/3 മാത്രമാണ് ലഭിക്കുന്നതെന്ന് RBI. മൊത്ത കച്ചവടക്കാരും ചില്ലറ വ്യാപാരികളുമാണ് കൂടുതൽ നേട്ടം സ്വന്തമാക്കുന്നത്. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ നിന്നും കർഷകർക്ക് കിട്ടുന്ന നേട്ടം വളരെ കുറവാണ്. ഒരു ഉപഭോക്താവ് നൽകുന്ന വിലയുടെ 1/3 മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നതെന്നാണ് RBI റിപ്പോർട്ട്. ഉപഭോക്തൃവിലയിൽ കർഷകരുടെ പങ്ക് തക്കാളിക്ക് 33%, ഉള്ളിക്ക് 36%, ഉരുളക്കിഴങ്ങിന് 37%മാണെന്നാണ് RBI വ്യക്തമാക്കുന്നത്. വിപണന പരിഷ്കാരങ്ങൾ, സംഭരണ പരിഹാരങ്ങൾ, സംസ്കരണശേഷി വർദ്ധിപ്പിക്കൽ, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങളും നൂതന കൃഷിരീതികളും വികസിപ്പിക്കുന്നതിലെ ഉയർന്ന ഗവേഷണ വികസന നിക്ഷേപങ്ങളിലൂടെ വിളവ് വർദ്ധിപ്പിക്കൽ എന്നിവ മൂല്യശൃംഖല മെച്ചപ്പെടുത്തുന്നതിനും കർഷകരുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നതിനും വിലയിലെ ചാഞ്ചാട്ടം തടയുന്നതിനും നിർണായകമാണ്. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ പച്ചക്കറികളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എണ്ണക്കുരു ദൗത്യത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 10,103 കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഭക്ഷ്യ എണ്ണയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലക്കടല, കടുക്, സോയാബീൻ തുടങ്ങിയ ആഭ്യന്തര എണ്ണക്കുരു വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ രാജ്യത്തെ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2031 സാമ്പത്തിക വർഷത്തോടെ ഉൽപാദനം 79% വർദ്ധിപ്പിച്ച് 69.7 ദശലക്ഷം ടണ്ണിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 39 മില്യൺ ടൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടവിളകളെ പ്രോത്സാഹിപ്പിക്കുകയും വിള വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് 40 ലക്ഷം ഹെക്ടറിൽ കൂടി എണ്ണക്കുരു കൃഷി വ്യാപിപ്പിക്കാനും മിഷൻ ശ്രമിക്കുന്നു. പരുത്തിവിത്ത്, നെല്ല്, തവിട്, ട്രീ ബോർണർ ഓയിൽ തുടങ്ങിയ ദ്വിതീയ സ്രോതസ്സുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും സർക്കാർ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ കാർഷിക മേഖലയുടെ മുന്നേറ്റവും. 2 പ്രധാന കാർഷിക പദ്ധതികൾക്കായി 1 ട്രില്യൺ രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇടത്തരക്കാർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ നിരവധി സുപ്രധാന തീരുമാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. PM രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷിയോന്നതി യോജന എന്നീ 2 പ്രധാന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ 1.1 ട്രില്യൺ രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, മഴയെ ആശ്രയിച്ചുള്ള കൃഷി വികസനം, കാർഷിക യന്ത്രവൽക്കരണം തുടങ്ങിയവയിലൂടെ കൃഷി മെച്ചപ്പെടുത്തുകയാണ് PM രാഷ്ട്രീയ കൃഷി വികാസ് യോജന ലക്ഷ്യമിടുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാര മിഷൻ, ഹോർട്ടിക്കൾച്ചറിന്റെ സംയോജിത വികസന ദൗത്യം തുടങ്ങി വിവിധ പരിപാടികളിലൂടെ വിപുലമായ കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതാണ് കൃഷിയോന്നതി യോജന.
പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ കീഴിൽ ജൈവ കൃഷിക്കും പ്രാധാന്യം നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 217, RSS 5 214, ലാറ്റക്സ് 141, ജാതിക്ക 300, ജാതിപത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 940, അടയ്ക്ക 240, കാപ്പിക്കുരു 228, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 66,600, കുരുമുളക് അൺഗാർബിൾ 64,600, ഏലക്ക 2200 മുതൽ 2300 വരെ, വെളിച്ചെണ്ണ 19,400, കൊപ്ര 13,700, ചുക്ക് 36,000.